കടിച്ചതാ ഇവിടെ ഉണ്ട്. തരവനാണ് തരവനാണ്. ഓഹ് ചമ്മുമ്പായി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഹെയർ കെയർ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരു തലയൊക്കെ കാണുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ പിടുങ്ങാച്ചി ഞങ്ങൾ ഇവരോട് ഇങ്ങനെ നടന്നു നിൽക്കണം. അവനെ പിടിച്ച് ഞാൻ ഇവിടെ കയറ്റിയിരുത്തിയിരുന്നു. ഞങ്ങൾക്ക് കാണിച്ചതാ. ഇതാണ് ആള്. മമ്മിജി എന്താണ് തെണ്ടാൻ പോയതാണ്. ഭയങ്കര നാടോടിയാണ്. മുപ്പത്തി അവിടെ പോയി ഇവിടെ പോയി സംഭവം പൊയ്ശങ്കാറ്റാണ്. അപ്പോൾ ആൾക്ക് ഇങ്ങനെ നടന്ന് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ മക്കളെയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് പോവാണ്, ഞാനാണ് നോക്കൽ. നിൽക്കണ്ട. അപ്പം നമ്മളെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ഡ്രൈ ആയിക്കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഫസ്റ്റ് ഡ്രൈ ആവും, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും, പിന്നെ നമ്മളത് ഗ്രാജുവലി പൊട്ടാൻ തുടങ്ങും, കൊഴിയാൻ തുടങ്ങും. അങ്ങനെ കുറേ സ്റ്റേജിൽ കൂടെ കടന്നു പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റിലെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട്, ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ നമുക്ക് ഹോം കെയർ ഇപ്പം നമുക്ക് ഹോം റെമഡീസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള എയർ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അത് കുറച്ചും കൂടെ കുഴപ്പമില്ല, അതും കുറച്ചും കൂടെ നിന്നോളും. പിന്നെ പൊട്ടിപ്പോകാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ മനസ്സിലാവും അയ്യോ കൊഴിയാൻ തുടങ്ങി. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിലെ അത് വരുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് അതിലെന്താണ് വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള കാര്യം കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ. അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് അറിയാൻ കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്തേക്കുക. അങ്ങനെയാകുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ സ്കാൽപ്പിൽ ഇൻബിൽട്ടായിട്ട് ഓയിൽ ഉണ്ടാകുന്നുണ്ട്. സംഭവം ഓൾറെഡി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് നിങ്ങളായിട്ട് അധികമാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്, ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഒരുവിധം ഈ സ്കാൽപ്പിൽ നിറച്ച് വെച്ച് നല്ല രീതിയിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് കുളിപ്പിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കരുത്. നമുക്ക് ഓൾറെഡി ഓയിൽ നമ്മളെ ഇൻബിൽട്ടായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. അത് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ അത് വെച്ചാൽ അത് റിമൂവ് ചെയ്തെടുക്കും വേണം. നിങ്ങൾ ഷാമ്പോ കണ്ടീഷനോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് കഴുകി ഒഴിവാക്കും വേണം. അത്യാവശ്യം എത്ര ടൈമാണ് നിങ്ങൾ വെച്ചാൽ ആ രീതിയിൽ ഒഴിവാക്കിയെടുക്കുക. അത് നമ്മൾ ഓരോരുത്തർ രീതിയായിരിക്കും. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ 15 മിനിറ്റേക്കും, നിങ്ങൾ ചിലപ്പോൾ അരമണിക്കൂറേക്കും, അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിലേക്ക് ചെയ്യുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം. പിന്നെ ഓയിൽ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടീഷണർ ഷാമ്പൂ ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കുക. എവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ കളിക്കുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോടെ. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഡ്രയർ ഉപയോഗിക്കുന്ന ആളാണ്, ഹെയർ ഡ്രയറോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നറോ, നമ്മൾ കേളി ആയിട്ടുള്ള ഹെയറാണ് കൂടുതലായിട്ട് ഫ്രിസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഹെയറാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾ ഡ്രയറോ അല്ലെങ്കിൽ ഡ്രയറോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്നറോ ഉപയോഗിക്കുകയാണെങ്കിൽ ഹീറ്റ് ചെയ്യുന്നത് നമ്മളെ ഹെയറിന് ഒട്ടും നല്ലതല്ല, പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ ഒരു ചെറിയ പ്രോസസ്സ് കൂടെ ഇങ്ങനെ ആയി വരുള്ളൂ. പക്ഷേ ഈ 2 കാര്യങ്ങളാണ് നമ്മളെ മുടിനെ പറ്റ അബദ്ധത്തിലേക്ക് കൊണ്ട് വിടുക. ഓക്കെ, നയിക്കാൻ വേണ്ട ഒരു ഒക്കുന്നില്ല. പിന്നെ നമുക്കത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുക. ഇതിനിപ്പോൾ ഒരു സൊല്യൂഷൻ മാത്രമേ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർ വാഴ അടിപൊളി സംഭവമാണ്. കറ്റാർ വാഴ നിങ്ങൾ ജെല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഫ്രഷ് സാധനം ജെല്ലായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ല നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടിലോ ട്യൂബോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതെടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കഴിയുന്നതും ബെറ്റർ അതായിരിക്കും കരുതുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അലോവേര എടുക്കുക. അതിലേക്ക് നമ്മൾ ലെമണില്ലേ, ചെറുനാരങ്ങ സ്ക്വൈസ് ചെയ്ത്, അതായത് ജ്യൂസ്, ഒരു സ്പൂണ് ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മളിപ്പോൾ ഏതാണ് ഉപയോഗിക്കുന്നത് നോക്കേണ്ടത്, നമ്മൾ സാധാ വെളിച്ചെണ്ണ എടുത്താൽ മതി. സാധാ വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഹെയറിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിടുക. സ്കാൽപ്പിലും ഹെയറിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിടുക. അതായത് ഡ്രൈ ആണെങ്കിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ ഈ കറ്റാർ വാഴ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഹെയറിൽ കുറച്ചും കൂടി ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ കറ്റാർ വാഴനെ കൊണ്ട് കഴിയും. അതേപോലെ തന്നെ കറ്റാർ വാഴയിൽ ഒരുപാട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുടിയിൽ ഈ പൊട്ടലും അതുപോലെ സ്പ്ലിറ്റ്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ ഈ കറ്റാർ വാഴനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളത് ലാസ്റ്റ് ചെയ്യേണ്ടത് കണ്ടീഷണർ ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കണ്ടീഷണർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറിയിട്ട് ഓക്കെ, വീട്ടിൽ നിന്നുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. അല്ല നിങ്ങൾ പാക്കറ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെന്താ വെച്ചാൽ ഈ ഒരു മുട്ടയുടെ യെല്ലോ ഒഴിവാക്കേണ്ട, വെള്ളയും മഞ്ഞയും, നിങ്ങൾക്ക് മഞ്ഞ ചിലപ്പോൾ സ്മെല്ലിൻ്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യും. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മുട്ടയുടെ നമ്മളെ ഈ ഒരു മുടിക്ക് വേണ്ട വിറ്റാമിൻ എയും ബിയും ഇയും അടങ്ങിയുള്ളതിനെ കൊണ്ട് തന്നെ മുടിന് നല്ല സ്മൂത്തായിട്ടും സോഫ്റ്റായിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എഗ്ഗിനെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ പ്രോട്ടീൻസ് കൂടുതലായിട്ട് നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി കണ്ടീഷണർ ബെറ്റർ ഓപ്ഷൻ എഗ്ഗ് വെച്ചിട്ട് നമ്മൾ ഹോം മെയ്ഡ് പോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. കടിച്ചതാ ഇവിടെ ഉണ്ട്. തരവനാണ് ഓഹ് ബൈ.